തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയെ 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിരായുധീകരിക്കുമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി യൂസഫ് റാഗി പറഞ്ഞു. എല്ലാ ആയുധങ്ങളും ലെബനൻ ഭരണകൂടത്തിന്റെ കൈവശമാണെന്ന് ഉറപ്പാക്കാൻ സൈനിക മേധാവി 5 ഘട്ടങ്ങളുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചതായി റാഗി വ്യക്തമാക്കി. അമേരിക്കയുടെയും ഇസ്രായേലി ആക്രമണങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ഒരു കാലത്ത് പ്രബലമായിരുന്ന ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയെ വർഷാവസാനത്തോടെ നിരായുധീകരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ഓഗസ്റ്റിൽ ലെബനൻ സർക്കാർ സൈന്യത്തോട് ഉത്തരവിട്ടിരുന്നു. ഇസ്രായേൽ അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുള്ളയെ 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിരായുധീകരിക്കുമെന്നാണ് ലെബനൻ വിദേശകാര്യമന്ത്രി യൂസഫ് റാഗിയുടെ പ്രഖ്യാപനം. എല്ലാ ആയുധങ്ങളും ലെബനൻ ഭരണകൂടത്തിന്റെ കൈവശമാണെന്നുറപ്പാക്കാൻ സൈനിക മേധാവി റോഡോൾഫ് ഹേക്കൽ കഴിഞ്ഞയാഴ്ച സർക്കാരിന് മുന്നിൽ 5 ഘട്ടങ്ങളുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചതായും റാഗി പറഞ്ഞു. ആദ്യഘട്ടം പൂർത്തിയാക്കാൻ 3 മാസമെടുക്കും. ഈ സമയത്ത് ലിറ്റാനി നദിയുടെ തെക്ക് നവംബർ അവസാനത്തോടെ ആയുധങ്ങൾ നീക്കം ചെയ്യുന്നത് പൂർത്തിയാക്കും. പ്രദേശത്ത് വെയർഹൌസുകൾ ഉണ്ടാകില്ല. ആയുധങ്ങളോ ആയുധ കൈമാറ്റങ്ങളോ ആയുധ പ്രദർശനമോ ഉണ്ടാകില്ല. തീവ്രവാദികളുടെ സാന്നിധ്യവും ഉണ്ടാകില്ലെന്നും സൈന്യത്തിന്റെ പദ്ധതി വിവരിച്ചുകൊണ്ട് റാഗി പറഞ്ഞു. ആദ്യഘട്ടത്തിന് സമാന്തരമായി രാജ്യത്തുടനീളം സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുമെന്ന് സൈന്യത്തിന്റെ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. സൈന്യം ചെക്ക് പോസ്റ്റുകളുടെ എണ്ണം ശക്തമാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആയുധങ്ങളുടെ നീക്കവും കൊണ്ടുപോകലും തടയും. എന്നാൽ റെയ്ഡുകൾ നടത്താതെയോ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാതെയോ വെയർഹൌസുകളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കാതെയോ ആയിരിക്കും ഇവ നടപ്പിലാക്കുക. കുറഞ്ഞപക്ഷം ഒരു പ്രദേശത്തു നിന്നും മറ്റൊന്നിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിക്കും. പദ്ധതിയുടെ അടുത്ത 4 ഘട്ടങ്ങളിൽ ബെയ്റൂട്ട്, കിഴക്കൻ ബെക്ക എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിൽ നിരായുധീകരണം നടക്കുമെന്ന് റാഗി പറഞ്ഞു. ഇസ്രായേലുമായുള്ള 1 വർഷം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഹിസ്ബുള്ള ഗുരുതരമായി ദുർബലപ്പെട്ടിരുന്നു. 2 മാസത്തെ തുറന്ന യുദ്ധം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിന്റെ ഒരു ഭാഗം നശിപ്പിക്കുകയും അതിന്റെ നേതൃത്വത്തെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.